ഇവിടെ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്കൊക്കെ, ഞാൻ വീണ്ടും പറയാം, നമുക്കൊക്കെ കഴിവും പ്രാപ്തിയും നമുക്ക് എല്ലാവിധ ചുറ്റുപാടുകളെല്ലാം നമുക്ക് എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ള ബോധ്യമുള്ളവരാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും ഈ ബോധവും ബുദ്ധി ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ മക്കൾ വഴിമാറി സഞ്ചരിക്കും. തൃശ്ശൂർ നഗരത്തിൽ നമ്മൾ കണ്ടു, 2023 തൃശ്ശൂർ നഗരത്തിൽ 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരിക്കും എന്തിനാ അറസ്റ്റ് ചെയ്തത്? എന്തിനാ? ആ 16 പേരും SLC എക്സാമിനകത്ത് A+ വാങ്ങി, 16 പേരും +2 1200 മാർക്ക് വാങ്ങി, നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് MBBS എന്ന സ്വപ്നം കണ്ടുകൊണ്ട് വൈദ്യശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു വന്ന 16 പേരിൽ 6 പേർ എൻറോൾമെന്റ് കഴിഞ്ഞ കുട്ടികളാണ്. ആ 16 പേരെയാണ് 2023 ഒക്ടോബർ മാസം 31 തൃശ്ശൂർ നഗരത്തിൽ പോലീസ് പിടികൂടി. രാത്രിയിൽ ഒരൊഴിഞ്ഞ ലോഡ്ജ് മുറിക്കകത്ത് 16 പേർ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ചാലക്കുടിക്കാരൻ്റെ കയ്യിൽ നിന്ന് 200 ഗ്രാം MDMA കൊടുത്തതിൻ്റെ 15 ഗ്രാം MDMA വാങ്ങിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ആ വിദ്യാർത്ഥിയെ തേടി പോലീസ് എത്തിയത് പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഈ ലോഡ്ജിലാണ്. വന്നപ്പം ഈ 16 പേരും ഡാൻസ് കളിക്കുന്നുണ്ട്, 2 പേര് ഉറങ്ങുന്നുണ്ട്, 2 പേര് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നവരോട് ചോദിച്ചു, ദേഹമൊക്കെ പരിശോധന സാധനം കിട്ടിയിട്ടുള്ള മുറിക്കകത്ത് ആ കട്ടിലിനടിയിൽ വെച്ച് 11 ഗ്രാം MDMA കിട്ടി, ഏകദേശം 60 ഗ്രാം കഞ്ചാവും അലമാരയിൽ നിന്ന് കിട്ടി. 16 പേരോടും ചോദിച്ചു, ആരാണ് ഇതിന് ഉത്തരവാദി? ആര് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നോ ആൻസർ. 16 പേരും പറഞ്ഞു, എനിക്കറിയില്ല. ആ 16 പേരും ചങ്കുകളായിരുന്നു. ആ 16 പേരും കട്ട ബ്രോ എന്നൊക്കെ പറയില്ലേ, അവരായിരുന്നു 16 പേര്. അങ്ങനെ 16 പേരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. ഒടുവിൽ തൃശ്ശൂർ സിറ്റി പോലീസിന്റെ FIR-നകത്ത് 16 പേരുകൾ എഴുതി ചേർക്കേണ്ടി വന്നു. ആ 16 പേരുകൾ പ്രതിയായി. ആ 16 പേരും 1.5 വർഷം അവര് മലമ്പുഴ ജയിലിൽ കിടന്നു. ആരാ കിടന്നത്? 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങിയവർ, +2 1100 മാർക്ക്, നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് 16 കുടുംബ അന്തരീക്ഷങ്ങളിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് പുലർത്തിയ 16 കുടുംബങ്ങളിൽ നിന്ന് വന്ന നക്ഷത്രങ്ങൾ ഇരുളടഞ്ഞു പോയി. അറിവില്ലാത്തതുകൊണ്ടാണോ? 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നാൽ അത് H2O വാട്ടർ, വെള്ളമാണെന്ന് അറിയുന്ന ആ 16 മക്കള്. പക്ഷേ അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ മക്കൾക്കൊക്കെ അറിവുണ്ട്. അവരൊക്കെ ഏറ്റവും വലിയ സൂപ്പർസോണിക്കും മെറ്റലോസും ഹൈവോൾസിനൊക്കെ ഏറ്റവും അവിഭാജ്യമായ ഗെയിമുകൾ കളിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള 5ാം ക്ലാസ്സുകാരനും 6ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരനും ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. ഭാഷ അറിഞ്ഞുകൊണ്ട് അതിനെ കളിച്ച് അതിൻ്റെ ഓരോ സ്റ്റെപ്പും 1 സ്റ്റെപ്പിലേക്ക് നിന്ന് അതിൻ്റെ 8 സ്റ്റെപ്പിലേക്കൊക്കെ കടന്നു പോകാൻ കഴിവുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ആ മക്കൾക്കൊക്കെ അറിവുണ്ട്, പക്ഷെ പലപ്പോഴും അവർക്ക് തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു അതിഥി വീട്ടിൽ വരുമ്പോൾ ഉമ്മ അവിടെയുണ്ട്, ഉപ്പ താഴെ പോയതാണ്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അതിഥിയെ സ്വീകരിച്ച് തിണ്ണയിലിരുത്തി ഉമ്മ ഉണ്ടാക്കി ചൂടാക്കി വെച്ച വെള്ളം അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ്സിനകത്ത് ആ അതിഥിക്ക് കൊടുത്ത് ഫാൻ ഇട്ടുകൊണ്ട് അടുത്തിരുന്ന അതിഥിയോട് കുശലം ചോദിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ്. ആ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങൾക്കും അതിഥിയോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാത്തത്? ബന്ധുമിത്രാദികൾ കുശലം പറയാൻ സാധിക്കാത്തത് എന്താണ്? ഒരു കല്യാണവും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വന്തം ഉറ്റവർ ഉടയവരോടൊക്കെ ഇടപഴകാനും കുശലം ചോദിക്കാനും അവരോടൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാനും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ബാല്യങ്ങൾ, കൗമാരങ്ങൾ ഇന്നില്ല. ഏതൊരു മഹാസമ്മേളനം വിളിച്ചു ചേർത്താലും ഒരുപക്ഷെ അതൊരു ബോധവൽക്കരണമാണെങ്കിൽ ആ സമ്മേളനങ്ങളൊന്നും ബാല്യങ്ങളെ കിട്ടും, ശൈശവങ്ങൾ നിർബന്ധമായിട്ടും കിട്ടും. ശൈശവങ്ങൾ നിങ്ങളുടെ മടിയിലുണ്ടാവും, ബാല്യങ്ങൾ നിങ്ങൾ പേടിപ്പിച്ചിട്ട് കൊണ്ടിരുത്തും. പക്ഷെ കൗമാരങ്ങൾ, അവരെ ഒരുപക്ഷെ നമുക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ അപ്പോഴും പുറത്തേതെങ്കിലും പാടത്തും പറമ്പത്തും ഏതെങ്കിലും വണ്ടിക്കകത്തും ഒക്കെ മൊബൈലിനകത്ത് ഗെയിമും കളിച്ച് അവരൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്ത് റീൽസും കണ്ടുകൊണ്ടൊക്കെ എവിടെയൊക്കെ വഴിവെക്കലൊക്കെ അവർ തങ്ങിയിരിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴൊക്കെ കാണാം, ക്രിസ്ത്യൻ പള്ളി, ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ കുർബാന തുടങ്ങും. ഈ കുർബാന തുടങ്ങുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അവർ 70-80 വയസ്സുവരൊക്കെ നേരത്തെ തന്നെ വന്ന് മുമ്പിൽ കസേര വന്ന് ഇരിക്കും, ഒരു സൈഡിലിരിക്കും. കുറച്ചും കൂടെ മിഡിൽ ഏജ് ഒക്കെ സെൻട്രൽ പോർഷനിലുണ്ടാവും. ബാക്കിലാണ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണാറുള്ളത്. ബാക്ക് സൈഡിൽ അവരേറ്റവും പ്രാർത്ഥന തുടങ്ങുമ്പോഴേ വരുള്ളൂ. തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കാത്തിരിക്കും. ചില പള്ളികളൊക്കെ, ഞാൻ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഈ ജുമയൊക്കെ നടക്കുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള കടകളിലും ബൈക്കിന്റെ പുറത്തും വണ്ടിയുടെ പുറത്തൊക്കെ നമുക്ക് ഇത്ര ആളുകളെ കാണാൻ പറ്റും, നമ്മുടെ മക്കളെ. അവരെ പീക്ക് ടൈമിലേ കയറുള്ളൂ പള്ളിക്കകത്ത്. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും. സമയമായിട്ടില്ലടാന്ന് പറയും. കാരണം അങ്ങനെയാണ് അല്ലെ, സമയമായിട്ടുള്ള ആയിട്ടില്ലേ എന്ന് പറയും.
അപ്പം അവർക്ക് ഈ കാലഘട്ടത്തിനെ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ ഈ ആധുനിക നവമാധ്യമ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ മക്കൾക്ക് അവരുടെ ചില തുര്യതകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം എന്താ, അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അല്ലേ? അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഇവരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഒരുപക്ഷെ 1ഉം 2ഉം തുണികൾ മാത്രമുള്ള വീടുകൾ, ഒരു കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട കേടായാൽ നന്നാക്കാൻ കുടക്കാരനെ നന്നാക്കുന്നവനെ തപ്പിപ്പോവും നമ്മൾ. ആ മഴക്കാലം ആകുമ്പോൾ കുടക്കാരൻ ആ ഗ്രാമങ്ങളിലും കവലകളിലും കുട നന്നാക്കാൻ ഒരാളുണ്ടാവും അവിടെ ഇവിടെ ഒക്കെ. ആ കമ്പികളൊക്കെ നൂൽക്കമ്പിയിട്ട് കെട്ടി 3ഉം 4ഉം വർഷമൊക്കെ ഉപയോഗിച്ച കാലം കുടകൾ നമ്മൾ പാപം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മക്കളുടെ കുടയുടെ ഒരു കാലൊടിഞ്ഞാൽ അത് കുപ്പത്തൊട്ടിലാണ്. പേന നിലത്ത് വീണാൽ ആ പേനയുടെ ടോപ്പ് എവിടെയെന്ന് വെറുതെ നോക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ ആ പേന ഒറ്റ എറിയും, അല്ലേ? അപ്പം ആവശ്യ വസ്തുക്കൾ കൂടിയിട്ടുണ്ട്, സൗകര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള മക്കളോട് ഇടപഴകുമ്പോൾ, ഉപദേശമല്ല, അവരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അവരോട് ഇടപഴകുമ്പോൾ അവരോട് ആവലാതികളും കഷ്ടപ്പാടുകളും നിങ്ങൾ നിരത്തിയാൽ, വർത്തമാനത്തിൽ നിരത്തിയാൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. അവിടെ കഷ്ടപ്പാടുകളെ കണ്ടറിഞ്ഞ് കൂടെ നിർത്താൻ സാധിച്ചാൽ വിജയിക്കും. അതിന് മനഃശാസ്ത്രവും സോഷ്യൽ മീഡിയക്കകത്ത് റീൽസുകളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒന്നും കേൾക്കണ്ട. കാണാനുള്ള കണ്ണുകൊണ്ട് കണ്ടാൽ മതി, ചേർത്ത് പിടിക്കാനുള്ള കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചാൽ മതി. ഇത് രണ്ടും കൊടുക്കാൻ പറ്റുന്നിടത്ത് വിജയമുണ്ടാകും, സുനിശ്ചിതമാണ്, സംശയമൊന്നുമില്ല. എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ ഒരുപാട് 3050 വേദികൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, സെമിനാറുകളും കോൺക്ലേവുകളും കൺവെൻഷനുകളും ഒക്കെ നടത്തുന്നുണ്ട് ലഹരിക്കെതിരെ, പക്ഷെ റിസൾട്ട് ഉണ്ടോ ചോദിക്കാറുണ്ട്. റിസൾട്ട് ഉണ്ടോ അന്ന്? സത്യം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. സമൂഹം നല്ല ചോദ്യം ചോദിക്കും. മിടുക്കരായ കുട്ടികൾ എന്നോട് ചോദിച്ചത്, മാറി യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയായി ചോദിച്ചു, ബിരുദ വിദ്യാർത്ഥി ചോദിച്ചതാ. അതേപോലെ കസാഖിസ്ഥാനിൽ എയിംപ്ലസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ ചീഫ് ഗസ്റ്റ് ഞാൻ പോയിരുന്നു കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ്. എയിംപ്ലസ് എന്ന് പറയുന്ന മെഡിക്കൽ സ്ഥാപനത്തിൽ അവിടെ ഒരു കുട്ടി ചോദിച്ചിരുന്നു, മദ്യം ശരീരത്തിന് ഹാനികരമാണോ? യെസ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കുന്നു ഫിലിപ്പ് സാർ? അത് അവരുടെ ശാരീരിക അവസ്ഥയെ ദുർബലപ്പെടുത്തില്ലേ? എന്തുകൊണ്ട് കൊടുക്കുന്നു? നല്ലൊരു ചോദ്യം ആ കുട്ടി ചോദിച്ചത്. ഇങ്ങനെ പിന്നെ കൂടി ചോദിച്ചു, എന്തുകൊണ്ട് ഇതിനെ സമ്പൂർണ്ണമായി നിർത്തലാക്കിക്കൂടാ? വേറെ ചോദ്യമായിരുന്നു കുട്ടിയുടെ. വേറെ കുട്ടി ചോദിക്കുന്നു, സർക്കാർ സംവിധാനങ്ങളിൽ എക്സൈസ് പോലെ വകുപ്പുകൾ മദ്യത്തിനെതിരെ ഇത്തരത്തിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഡിക്റ്റേഷൻ നടത്താനുള്ള ഒരു ഫോഴ്സാണ് ഈ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിനെ എക്സിക്യൂട്ടീവ് ചെയ്ത് അത് ദുരുപയോഗം ചെയ്താൽ ഈ അബ്കാരി ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള മറ്റൊരു വകുപ്പും കേരള പോലീസിന്റെ കയ്യിലുണ്ട്, കേരള പോലീസ്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള, ഈ ജുഡീഷ്യറി അധികാരങ്ങളുള്ള ഈ ഇൻഡിപെൻഡൻസ് ആയ ഈ കൺട്രിയിൽ എന്തുകൊണ്ട് ഇതിനെ ശാശ്വതമായി നിർത്തിക്കൂടാ? വേറൊരു കുട്ടി കോഴിക്കോട് പോയപ്പം ദേവഗിരിയിൽ വെച്ചൊരു കുട്ടി ചോദിച്ചതാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ്. പക്ഷെ മറുപടികൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പകച്ചു പോകും, അല്ലേ? പക്ഷേ മദ്യം സമ്പൂർണ്ണമായി നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇവിടെ AK ആന്റണി എന്ന് പറയുന്ന കർമ്മധീരനായ ഒരു മുഖ്യമന്ത്രി ഭരിച്ചത് ഒരു മണ്ണാണ്, കേരളത്തിന്റെ മണ്ണ്. അദ്ദേഹം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കി. നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷെ 1 ലക്ഷത്തോളം വരുന്ന ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടി, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കാരണം എന്താ, ശാശ്വതമായി സമാധാനം കുടുംബങ്ങൾ വേണമെന്ന് തീരുമാനമെടുത്തപ്പം ചാരായ ഷാപ്പുകളെല്ലാം അടച്ചുപൂട്ടി. പക്ഷെ ഉണ്ടായ ദുരന്തം, വൈപ്പിൽ മദ്യദുരന്തം ഉണ്ടായി. 74 പേരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ട് 64 പേര് മരിച്ചുപോയി. കല്ലുവാതുക്കൽ മദ്യദുരന്തം ഉണ്ടായി. കാര്യം എന്താ, ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത വ്യാജമദ്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. വ്യാജമദ്യങ്ങൾ ഇപ്പൊ നോക്ക്, മദ്യം കിട്ടാത്ത ഒരു രാജ്യമൊന്നുമില്ല. ഞാനിപ്പോൾ വരുന്ന അറേബ്യയുടെ മണ്ണ്, എല്ലാ സ്ഥലത്തും മദ്യമുണ്ട്. അവിടെ 70% മുസ്ലിം മെജോറിറ്റിയുള്ള കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് അടർത്ത് മാറ്റപ്പെട്ട സ്വതന്ത്ര റിപ്പബ്ലിക്കൻ കൺട്രിയാണ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാനിൽ അതൊരു പെട്ടിക്കടയിലും മെഡിക്കൽ ഷോപ്പിലും അവിടുത്തെ ഈ പറഞ്ഞ പെട്രോൾ പമ്പിലും മദ്യം കിട്ടും. ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് മദ്യം വെക്കാൻ വേണ്ടി അനുമതി കൊടുക്കണം. ഞാൻ വെച്ചോളാം, മദ്യത്തിന് വേണ്ടി സ്പേസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ കസാഖിസ്ഥാന്റെ മണ്ണിൽ. പക്ഷെ അവിടെ എവിടെയും മദ്യത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരും ക്യൂ നിൽക്കുന്നവരും മദ്യം ഉപയോഗിച്ച് റോട്ടിൽ കിടക്കുന്നവരും ഒന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല. യൂറോപ്യൻ കൺട്രികളിൽ മുഴുവനും ചിലരുടെ വീടുകളിലൊക്കെ മദ്യമുണ്ട്. ആ മദ്യക്കുപ്പി അങ്ങനെ ഇരിക്കും, വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കും. കാര്യം എന്താ, മദ്യം അവരെ കുടിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന ദൈവത്തിന്റെ നാടെന്ന് വിശേഷിക്കപ്പെടുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന കേരളത്തിന്റെ മുക്കിന് മൂലകളിലും ബീവറേജിന് മുമ്പിൽ പോയാൽ ലക്ഷ്യബോധമില്ലാതെ കുടുംബത്തിനകത്ത് സ്നേഹം കൊടുക്കാത്ത കുറെ ആളുകളെ നമുക്ക് ആ വരിയിൽ കാണാൻ പറ്റും. അവര് ലക്ഷ്യബോധം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരുടെ മുഖഭാവങ്ങളും ശരീരഭാവങ്ങളൊക്കെ കണ്ടാൽ തകർന്നു പോകും. കാര്യം എന്താ, ഇങ്ങനെ ശാന്തരായി അതിനുവേണ്ടി ക്യൂ നിന്ന് കാത്തു നിന്ന് ഒരു കുപ്പി വാങ്ങി ആ ദിവസം തന്നെ അത് കുടിച്ചു തീർത്ത് കുടുംബത്ത് പോയി മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ സന്തോഷിപ്പിക്കാൻ പറ്റാതെ വീടിനെ തകർത്ത് തരിപ്പണമാകും. ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളെ സർഫു ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്, മമ്പാട് ഗവൺമെന്റ്